അപ്പോൾ ഈ വീട് വെച്ചപ്പോൾ ആദ്യം പിന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ ഒത്തിരി നെഗറ്റീവ് കമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. കല്ല് മരം ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് കല്ലില്ല, സ്റ്റേയില്ല, കരിങ്കല്ലില്ല. ഇത് രണ്ട് തരം നെറ്റ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സ്കെൽട്ടൺ ഉണ്ടാക്കിയിട്ട് അത് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ ഭിത്തിക്ക് കനം കുറവാണ്. ഒരു 2.5 ഇഞ്ച് കനമേ ഉള്ളൂ ഭിത്തി. ഇതാണ് കനം അല്ലേ? അതെ, ഈ കനത്തിലാണ് ഈ വീട്. ഹായ്, നമസ്കാരം. വീടെന്ന് പറയുന്നത് ഏതൊരു മനുഷ്യൻ്റെയും ആഗ്രഹമാണ്, ഒരു സ്വപ്നമാണ്. അങ്ങനെയുള്ള ആ ഒരു വീടിൻ്റെ മുന്നിലാണ് ഞാനുള്ളത്. പക്ഷേ അത് ചുരുങ്ങിയ ചെലവിൽ എങ്ങനെ നിർമ്മിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം പോലെ ചുരുങ്ങിയ പൈസയ്ക്ക് ഒരു വീടെന്ന് പറയുന്ന സ്വപ്നം എങ്ങനെ സാധ്യമാക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. ഈ മനോഹരമായ ഒരു ഭവനത്തിന് മുന്നിൽ ഞാൻ നിൽക്കുമ്പോൾ നിസ്സാരമായിട്ടുള്ള വെറും 18 ലക്ഷം രൂപയ്ക്ക് വെച്ച ഒരു വീടാണ് ഈ കാണുന്നത്. അത് എങ്ങനെയാണ് ആ ചുരുങ്ങിയ ചെലവിൽ ഇങ്ങനെ ഒരു മനോഹരമായ വീട് നിർമ്മിക്കാൻ സാധ്യമായത് എന്ന് നമുക്ക് അതിനെക്കുറിച്ചൊക്കെ കൂടുതലായിട്ട് ചോദിച്ചറിയാം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഉൾപ്പെടുത്തുന്നത് അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെയാണ്. അപ്പോൾ ഞാൻ മൻസൂർ മുഹമ്മദ് ട്രാവലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൊഹമ്മയിലാണ് കേട്ടോ. മൊഹമ്മയിലെ ഒരു വീടാണ് നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ നിർമ്മാണ സമയങ്ങളിൽ ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നു. കാരണം വ്യത്യസ്ത ആശയങ്ങളിലൂടെയാണ് ഈ ഒരു വീട് നിർമ്മിച്ചത്. അതുകൊണ്ട് തന്നെയാണ് അത് ചുരുങ്ങിയ പൈസയ്ക്ക് നമുക്ക് വലിയ കടബാധ്യതകളൊന്നും ഉണ്ടാകാതെ നമുക്കൊരു വീട് സ്വന്തമാക്കാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു നിർമ്മാണ സമയത്ത് ഞാൻ ഈ വീട് നിങ്ങളെ കാണിച്ചതാണ്. പക്ഷേ അതിൻ്റെ ഉദ്ഘാടനം പാലുകാച്ചൊക്കെ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീട് നിങ്ങളെ ഇപ്പോൾ കാണിക്കാനായിട്ട് പോകുന്നത്. 1400ഓളം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടാണിത്. എനിക്കൊരു ആശങ്ക ഉണ്ടായിരുന്നു. അതായത് ഈ നിർമ്മാണ സമയത്ത് ഇവരുടെ ഫ്രണ്ടിലുണ്ടായിരുന്ന ഈ ഒരു പ്ലാവ് ഫ്രണ്ടിൽ നിൽപ്പുണ്ടായിരുന്നു. ഇത് മിക്കവാറും സാധാരണ എല്ലാവരും പുറത്ത ഒരു ഇതിന് വേണ്ടിയിട്ട് അത് കളയുന്ന ഒരു, അല്ലെങ്കിൽ ആ വീട് ഫ്രണ്ടേജ് സെറ്റപ്പ് ആക്കാൻ വേണ്ടി കളയുന്ന. പക്ഷേ അവരത് കളയാതെ കണ്ട് അത് നിലനിർത്തി അതിനകത്തൊരു എന്താ പറയുക, ചെറിയ ഒരു ഗണപതിയുടെ ചെറിയൊരു വിഗ്രഹവും ഒക്കെ വെച്ച് ഭയങ്കര ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. മാത്രമല്ല ടൈലൊക്കെ വിരിക്കുകയും, ഒപ്പം നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ തന്നെ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിനകത്ത് എങ്ങനെയാണ് ഇവർക്ക് പൈസ അല്ലെങ്കിൽ ഇതിൻ്റെ തുക കുറച്ച് ചെയ്യാനായിട്ട് സാധിച്ചത് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടും കേട്ടോ, ഞാൻ ഉൾപ്പെടെ. കാര്യം വീടെന്ന് പറയുന്ന ഇത് അതിന് ആ ഒരു സ്വപ്നം കണ്ടു നിൽക്കുന്ന എല്ലാവർക്കും ഇത് പ്രയോജനപ്പെടും. നമുക്കിതിൻ്റെ ഗൃഹനാഥനുണ്ട്, സാബുചേട്ടനാണ്. നമസ്കാരം സാബുചേട്ടാ. നമസ്കാരം. അപ്പോൾ നമ്മൾ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നാണ് വന്നത്. സാബുചേട്ടൻ നല്ല തിരക്കിലായിരുന്നു, നമ്മളും തിരക്കിലായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഹൗസ് വാമിംഗ് ഒക്കെ? ഹൗസ് വാമിംഗ് ഗംഭീര പരിപാടിയായിരുന്നു. അതെ, വളരെ ഭംഗിയായിട്ടെല്ലാം നടന്നു. നമ്മൾ ഇതിനു മുമ്പ് നമ്മൾ ആ ഒരു വീഡിയോ കാണിച്ചതാണ് നമ്മൾ നിർമ്മാണ സമയത്ത്. പക്ഷെ അതെനിക്ക് തോന്നുന്നു 1-2 മില്യണോളം ആൾക്കാർ, 10-20 ലക്ഷം പേരാണ് ആ ഒരു വീഡിയോ നമ്മളത് കണ്ടത്. എനിക്ക് തോന്നുന്നു ഒത്തിരി പേര് ഈ ഒരു മാതൃകയിലേക്ക് ചെയ്യാൻ വേണ്ടിട്ട് അന്നേ എൻക്വയറി ഉണ്ടായിരുന്നു അല്ലെ? നമ്മുടെ ആ ഒരു അവരെ കുറിച്ചൊക്കെ ഒത്തിരി വീഡിയോ കണ്ടിട്ട് പലരും വിളിച്ചു വന്നൊക്കെ ലൊക്കേഷനൊക്കെ ചോദിച്ചു, നേരിട്ട് ആൾക്കാർ അന്വേഷിച്ച് വന്നായിരുന്നു. നമ്മുടെ ഈ അടുത്തെങ്കിലും ഇതുപോലെ സംഭവിക്കില്ല, വളരെ റെയറാണ് ഈ ഒരു രീതിയിലുള്ള വീട്. ശരിക്കും എന്താണ് ഈ ഒരു വീടിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സാധാരണ ട്രഡീഷണൽ വീടിന്റെ പോലെയുള്ള കൺസ്ട്രക്ഷൻ അല്ല. കല്ല് മരം ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല. അത് കല്ലില്ല, സ്റ്റേയില്ല, കരിങ്കല്ലില്ല. ഇത് രണ്ട് തരം നെറ്റ് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ സ്കെൽട്ടൺ ഉണ്ടാക്കിയിട്ട് അത് കോൺക്രീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഈ ഭിത്തിക്ക് കനം കുറവാണ്. ഒരു 2.5 ഇഞ്ച് കനമേ ഉള്ളൂ ഭിത്തി മൊത്തം. അങ്ങനെയാണ് മൊത്തം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് നെറ്റും പിന്നെ 8 നമ്പർ കമ്പി ഒരടി അകലത്തിൽ ഇടും. അതിൻ്റെ ബലത്തിലാണ് മൊത്തം ബിൽഡിംഗ് ഫുള്ളായിട്ട് നിൽക്കുന്നത്. അത് ഇടയ്ക്ക് പില്ലർ വയ്ക്കുകയോ അങ്ങനെ ഗ്രൗണ്ടിൽ താഴ്ത്തി പില്ലർ ഇടുവോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അത് മൊത്തത്തിലുള്ള പിടുത്തമാണ് അതിന്റെ ബലം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് വിശദമായിട്ട് പറഞ്ഞു. ഈ ഭൂമി കുലുക്കമൊക്കെ ഉണ്ടാകുന്ന സ്ഥലങ്ങളിലൊക്കെയാണ് ഒരു രീതിയാണത്. നേരത്തെ പോലെയുള്ള പണ്ട് പോലെ ഉള്ളതാണിത്. പക്ഷെ ഇവര് തന്നെ 10-20 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. അതെ.
അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്ത ഇതേ ഉള്ളൂ. ഞാൻ ചോദിച്ചായിരുന്നു ആളുകൾ, അവർക്ക് നേരെ സമയം ടൈം ഇല്ലെന്ന് പറഞ്ഞു ഇവർക്ക് ഇതിലേക്ക് എത്തി ചെയ്യാനായിട്ടല്ലേ. ഈ നിലവിൽ നമുക്ക് എത്ര ലക്ഷം രൂപ? നമ്മള് 18 ലക്ഷം രൂപ ആണ് ആദ്യം അവർ പറഞ്ഞിരുന്നത്, കോൺട്രാക്ട് പറഞ്ഞിരുന്നത്. പിന്നെ കുറച്ച് പൈസ കൂടി ആയി, കാരണം നമ്മള് പ്രതീക്ഷിക്കാത്ത കുറച്ച് സംഭവങ്ങൾ കൂടി എക്സ്ട്രാ ചെയ്യുന്നു. നമ്മുടെ ഐഡിയ അതെ കുറച്ച് നമ്മൾ ചെയ്തു വന്നപ്പോഴൊക്കെ അങ്ങനെ കുറച്ച് എക്സ്ട്രാ ചെലവ് വന്നു. എങ്കിലും നമുക്ക് നമ്മളുടെ ഒരു സാമ്പത്തിക ചുറ്റുപാടിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റും. സാധാരണ വീടെന്ന് പറയുമ്പോൾ എല്ലാവരും മനസ്സിലേക്ക് ഒരു 40 ഒരു 1000-1500 ഇതേപോലത്തെ ഒരു വീട് വെക്കണമെങ്കിൽ 40 ലക്ഷം രൂപ മിനിമം നമ്മൾ കണ്ടെത്തിയേ പറ്റൂ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. നമ്മൾ തുടക്കത്തിൽ 40 ലക്ഷം ടാർഗറ്റ് ഇട്ടാലും തീർന്നു കഴിയുമ്പോൾ അതിനേക്കാളും കൂടുതൽ. അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ചെലവ് കുറഞ്ഞ രീതിയിൽ വീട് വെക്കണമെന്ന് ആദ്യം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം നമ്മള് ഇപ്പൊ വി ബോർഡൊക്കെ ഉപയോഗിച്ചിട്ട് ചെയ്യാറുണ്ടല്ലോ, അങ്ങനെ എന്തെങ്കിലും മാർഗങ്ങളെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനെ ഒരു വീട് ഒരിടത്ത് കാണാനിടയായത്. അപ്പോൾ അവരെ വിളിച്ച് അന്വേഷിച്ചപ്പോഴത്തേക്ക് അവർ ചെയ്ത വീട് 1-2 വീടുകൾ കാണാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പോയി കണ്ടപ്പോഴേക്കും ആ വീട്ടുകാരെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. മാത്രമല്ല ഒരു 6-7 വർഷമായിട്ടും യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല, അത് സുഖമായിട്ട് താമസിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷെ നമ്മൾ ഇതിനെ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എല്ലാ ആൾക്കാരും നമ്മളെ നിരുത്സാഹപ്പെടുത്തുക ചെയ്തത്. കാരണം വെച്ചാൽ ഇത് പുതിയൊരു മാറ്റത്തിലേക്ക് പുതിയൊരു ടെക്നോളജി വന്നപ്പോഴൊക്കെ പെട്ടെന്ന് അങ്ങനെ ഉൾക്കൊള്ളാൻ ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ പലരും എന്നോട് പറഞ്ഞു ഇത് കൈവിട്ട കളിയാണ്. കാരണം നമ്മൾ പൈസ ഉണ്ടാക്കുന്ന അത്ര ബുദ്ധിമുട്ടാണെന്നുള്ള അറിയാവുന്ന ആൾക്കാർ, നമ്മൾ വേണ്ടപ്പെട്ട ആൾക്കാർ തന്നെ നിരുത്സാഹപ്പെടുത്തുകയാണ്. കാരണം വെച്ചാൽ ഈ ഒന്നാമത് ഇങ്ങനെയുള്ള സാധനങ്ങൾ, കൺസ്ട്രക്ഷൻ സാധനങ്ങളുടെ വിലക്കയറ്റം, അതുപോലെ ഉള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് എല്ലാവരും മിക്കവരും നിരുത്സാഹപ്പെടുത്തുകയാണ്. പക്ഷെ നമ്മൾ ധൈര്യപൂർവ്വം അതിലേക്ക് പോവുകയാണ്. നമ്മൾ ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ അതിനകത്ത് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒത്തിരി. അതായത് ഇയാൾക്ക് വട്ടാണോ എന്ന് വരെ ചോദിച്ചിട്ടുണ്ട്. ഈ നെഗറ്റീവ് കമന്റ്സിന്റെ പ്രത്യേകത അറിയാം. അതായത് ആ കമന്റ്സ് കണ്ടവർ ഇന്നിപ്പോ ഈ വീട് കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം മാറും, നേരെ അഭിപ്രായം നേരെ തിരിയും. ശരിക്കും ഞാൻ ഈ ഒരു വീട് തീർച്ചയായും ഇത് ചെയ്യണമെന്ന് വിചാരിച്ചത് അതുകൊണ്ട്. കാരണം ഇതിന്റെ നിർമ്മാണ സമയത്ത് നമ്മൾ ചെയ്തു, ഒത്തിരി നെഗറ്റീവ് കമന്റ്സ് വന്നിരുന്നു, അത് മില്യൺ കണക്കിന് വ്യൂസും കിട്ടി. പക്ഷെ അതിലുപരി അത് അന്ന് പറഞ്ഞവർക്കുള്ള ഒരു മറുപടിയാണ് തീർച്ചയായിട്ടും വീട്. അതെ, ഇന്നത്തെ ഞാനും ആഗ്രഹിച്ചിരുന്നതാണ്. കാരണം ഇതിന് രണ്ടാം ഭാഗം വേണം. കാരണം വെച്ചാല് ഏറ്റവും കൂടുതൽ ഞാൻ പറഞ്ഞില്ലേ, തുടക്കത്തിൽ തന്നെ പറഞ്ഞു, അതായത് അനാവശ്യ ചെലവെന്ന് പറഞ്ഞാൽ ഒരു വീട് നിർമ്മിക്കുമ്പോ അനാവശ്യ ചെലവുകൾ ഒത്തിരി ഉണ്ട്. കൂടുതൽ അനാവശ്യ ചെലവാണ് കൂടുതൽ അതിനകത്ത് വരുന്നത്. തറ അടിയിൽ എന്തായിട്ടിരിക്കുന്നത്? അടിത്തറ എന്ന് പറഞ്ഞാല് ഈ ഇതേ രീതി തന്നെ ചെയ്തിരിക്കുന്നത്. അടിത്തറ കരിങ്കല്ലോ വെട്ടുകല്ലോ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. ഒരടി മണ്ണിൽ നിന്ന് ഭൂനിരപ്പിൽ നിന്ന് ഒരടി മാത്രമേ താഴ്ത്തിയിട്ടുള്ളൂ. അവിടെ CC ചെയ്തിട്ട് ഒരടി താഴ്ത്തി CC ചെയ്തിട്ട് നേരെ ഇങ്ങനെ ഇത് തന്നെ കെട്ടിപ്പങ്ങ് പൊങ്ങുമായിരുന്നു. അത് അടിത്തറയ്ക്ക് വേണ്ടി മാത്രം പ്രത്യേകം ഇല്ല. സാധാരണ ഒരു അടിത്തറ എന്ന് പറഞ്ഞ 5 ലക്ഷം രൂപ അവിടെ ചെയ്യുന്നത്. ഇത് നേരെ ഈ ഭിത്തി തന്നെ അടിയിൽ നിന്ന് കെട്ടിപ്പോയി. ഈ അടിയിൽ CC ചെയ്തിട്ട് അവിടെ നിന്ന് തന്നെ ഭിത്തി കെട്ടിപ്പൊങ്ങി. അടിത്തറ പ്രത്യേകം ഇല്ല, ഇത് അതിന്റെ കൂടെ തന്നെ അങ്ങ് പോവുക. പിന്നെ ഒരു 2 അടി കഴിഞ്ഞിട്ട് നമ്മൾ ഗ്രാവലടിച്ച് ലെവൽ ചെയ്താണ് അടിത്തറയാക്കിയത്. ഈ എനിക്ക് തോന്നുന്നു ഒരു വീട് നിർമ്മാണം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഉദ്ഘാടനത്തിന് ശേഷം ഒത്തിരി പേര് ഇപ്പൊ ഇത് ഇത് കഴിഞ്ഞിട്ടും പലരും വഴി കൂടി പോകുമ്പോ കണ്ടിട്ട് കയറി അന്വേഷിച്ച് അങ്ങനെ പലരും തിരക്കുന്നുണ്ട്. കാരണം ആദ്യത്തെ നോട്ടത്തിൽ നമുക്ക് മനസ്സിലാകത്തില്ല ഇങ്ങനത്തെ കൺസ്ട്രക്ഷൻ സാധാരണ വീട് പോലെ തന്നെ തോന്നാറുള്ളൂ. പിന്നെ ഈ ഭിത്തിയുടെ കനം ശ്രദ്ധിക്കുന്നവർക്കേ മനസ്സിലാവും. അത് പക്ഷെ എല്ലാരും ശ്രദ്ധിക്കണമെന്നില്ല. ഇത് മെറ്റലാണ്, ഫുൾ മെറ്റലാണ് ഈ ഡോറ്. മാത്രമല്ല അത്ര സേഫുമാണ്. കാരണം ഇതിന്റെ ലോക്കുകൾ കണ്ടില്ലേ, ഇത്രയും ലോക്കുകളുണ്ട്. എത്ര ലോക്കാന്ന് നോക്കി. ഇത് കൂടാതെ മുകളിലും താഴെയുണ്ട്. ഇത് കൂടെ നമ്മുടെ സാധാരണ ഉള്ള ലോക്കുകളാണ്. ഇത് 2 സ്റ്റെപ്പായിട്ട് കണ്ടോ. ഇത്രയും സേഫ്റ്റിയാണത്. അതുപോലെ ഈ ജനല് ഇത് നമ്മൾ വെച്ചിരിക്കുന്ന ഈ സ്ലൈഡിങ് സിസ്റ്റമാണ് വെച്ചേക്കുന്നത്. അപ്പോൾ പുറത്തേക്ക് തുറക്കുന്നതല്ലാതെ സ്ലൈഡിങ് ഈ ഗ്രില്ല് ഈ ഭിത്തിക്കുള്ളിലെ കമ്പികളിൽ തന്നെ ചേർത്ത് വെൽഡ് ചെയ്തേക്കും. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ ബലം കൂടുതലാവും. അത് ഭിത്തിയുടെ അതേ ലെവലിൽ തന്നെ അതേ സ്ട്രെങ്തിൽ തന്നെ നിലനിൽക്കുകയും ചെയ്യും.
മറ്റേന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ എക്സ്ട്രാ ഫിറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അത് കുറെ നാൾ കഴിയുമ്പോഴത്തേക്ക് ഇളകി പോകാനും തട്ടിപ്പോകാൻ സാധ്യത കൂടുതലാണ്. ഇതിന് അങ്ങനെയുള്ള സാധ്യതയില്ല. ഇത് നമ്മൾ സമയാസമയം പെയിന്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ ഇത് അലുമിനിയം സ്ലൈഡിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. അത് പൊതുവെ ചെലവ് കുറവാണ് അല്ലേ? നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഫാബ്രിക്കേഷൻ എല്ലാം ഈ കബോർഡ് വർക്ക് എല്ലാം അലുമിനിയത്തിലാണ് ചെയ്തിരിക്കുന്നത്. മറ്റ് മൾട്ടിവുഡ് ഒക്കെ ചെയ്യുന്നതിനേക്കാളും വളരെ ലാഭമാണ്. പകുതിയും താഴെ പൈസ മതി. അതെ, അതൊക്കെ നമ്മൾ നേരത്തെ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത്. തുടക്കത്തിൽ തന്നെ ഐഡിയ എല്ലാ കാര്യത്തിലും അങ്ങനെ ഐഡിയ ഉണ്ട്. അത് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, നമുക്ക് ഏറ്റവും കൂടുതൽ വെളിച്ചവും കാറ്റും കിട്ടണം. അതായത് വീട്ടിനുള്ളിൽ ലൈറ്റ് ഇടാതെ തന്നെ നമുക്ക് വെട്ടം ഉണ്ടാകണം, അതുപോലെ കാറ്റ് കിട്ടണം. ആ രീതിയിലാണ് എല്ലാ റൂമും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് വലിയ ജനലുകളും സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള സ്പേസും പോകുന്നില്ല. അതെ, ആ സ്പേസും പോകുന്നില്ല. എല്ലാം സ്ലൈഡിങ് വിൻഡോ ആണ്, മൊത്തം സ്ലൈഡിങ് വിൻഡോ ആണ് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തടി ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ അതിൻ്റെതായ ഒരു പ്രത്യേകത ഉണ്ട്. നമ്മുടെ ഈ പറമ്പിൽ ചെതലുള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമ്മുടെ അപ്രായോഗികമാണ്. അതെ, നമ്മുടെ പഴയ വീട്ടിൽ തടി അലമാരം മൊത്തം ചതിൽ തിന്നു. അപ്പൊ അതിന്റെയൊക്കെ ഒരു അനുഭൂതി എന്നാണ് നമ്മളത് ചെയ്തത്. 2 ബെഡ്റൂമാണ് താഴെയുള്ളത്. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇത് അലുമിനിയം ഫാബ്രിക്കേഷൻ ആണിത്. ഇത് ഈ പറഞ്ഞ പോലെ ഒരു തടി തന്നെ ട്രീറ്റ് ചെയ്തിട്ടുള്ള, ഇതിനകത്ത് ഈ മരപ്പടി പോലൊരു സംഭവം നിറച്ചിരിക്കുക. ഇതൊരു ബോക്സ് ആണ്. അത് ട്രീറ്റ് ചെയ്തെടുക്കുന്ന ഒരു സംഭവമാണ്. അതൊക്കെ നമുക്ക് പൈസ കുറവ്, വില കുറവായത്. ഇത് വളരെ വില 1200 2000 രൂപയിൽ താഴെ വിലയുള്ളൂ. ഇത് ബേ വിൻഡോ ആണ്. നമുക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസ് ആണ്. പുറത്തുനിന്ന് കാറ്റുണ്ടാവും. ഇതിപ്പോ അപ്പുറത്തൊരു കണ്ടമാണ്, പാടമാണ്. അവിടെ നിന്ന് ഉച്ച കഴിഞ്ഞ സമയത്ത് നല്ല കാറ്റായിരിക്കും. അതെ, നമുക്ക് ഫാൻ ഇല്ലാതെ തന്നെ റൂമിനകത്ത് ഇരിക്കാൻ പറ്റും. പൊതുവേ ഈ റൂമിനകത്ത് എല്ലാം ചൂട് കുറവാണ്, സാധാരണ വീടിനേക്കാളും ചൂട് കുറവാണ്. ഇത് കോമൺ ബാത്റൂം വരുന്നത് അല്ലേ? കോമണാ. പക്ഷെ ഈ ഒരു ഏരിയ നല്ല ഭംഗിയുണ്ട്. ഇത് ഓപ്പൺ കിച്ചൺ ആണ്. അതുപോലെ ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്റ്റെയറിന്റെ താഴെ അതെ, നമുക്ക് ചെറിയൊരു ഡൈനിങ് ടേബിൾ ഇട്ടിട്ട് ഡൈനിങ് ഹാൾ എന്ന് പറയാനായിട്ട് സ്പേസ് ഇല്ല. നമുക്കൊരു ഫാമിലിക്ക് ആണെങ്കിൽ സുഖമായിട്ട്, അതെ, ഒരു ഫാമിലിക്ക് സുഖമായിട്ടിരിക്കാം. ആ ഒരു ഇതിന്റെ സാധാരണ ഈ ഒരു സ്പേസ് നമ്മൾ എന്തെങ്കിലും കബോർഡൊക്കെ വെച്ച് അടച്ച് ആ ഒരു സ്പേസ് മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിരുന്നതാണ് ഇങ്ങനെ തന്നെ വരണം എന്നുള്ളതല്ലേ. ഒരു ഓപ്പൺ കിച്ചൺ ആയിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഓപ്പൺ കിച്ചൺ. ഇതൊക്കെ നമ്മുടെ മറ്റേ പൈപ്പാണ് വരുന്നത്. പൈപ്പാണ് എല്ലാം GA പൈപ്പിൽ ചെയ്തിട്ട്. ഇത് കൊള്ളാൻ കേട്ടാ. അതായത് ഇത് ഈ വീടിന്റെ ഒരു ഹൈലൈറ്റ്സ് എന്ന് തന്നെ പറയാം. എന്നാ ഇത് ഇവരുടെ ആ ഒരു പ്ലാൻ ഇല്ലാതിരുന്ന സംഭവം അല്ലേ? അതെ അതെ. ഇത് അവസാനം ഇതിങ്ങനെ ബ്ലാങ്ക് ആയിട്ട് ഇത്ര സ്പേസ് കിടന്നപ്പോഴത്തേക്ക് എനിക്ക് നേരം തോന്നിയ ഐഡിയ. പക്ഷെ പെട്ടെന്ന് ചെയ്തതാണ്. കൊള്ളാം. ഇതാണ് സിവിച്ചേന്റെ ഒരു ഏരിയ. അതെ അതെ അതെ. ഇത് പുറത്തേക്കുള്ള ഇവിടെ ഒട്ടും ഐഡിയ, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ ഇവിടെ വരുന്നുണ്ടല്ലോ ഒരു മുറി. ഇത് കുട്ടികളുടെ റൂമാ. ശരി. മാക്സിമം ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാ അല്ലേ? ഒട്ടും സ്പേസ് വെറുതെ പോയിട്ടില്ല, ഒട്ടും പോയിട്ടില്ല ഒരിടത്തും. ഇവിടെ ബാത്റൂം വരുന്നുണ്ട് അല്ലേ? ഇവിടെ എനിക്ക് തോന്നുന്നു ആ താഴത്തേക്കാളും നല്ല വിശാലമായിട്ടുള്ളതാണ്. ഇതാണ് കനം അല്ലേ? ഈ കനത്തിലാണ് ഈ വീട് വരുന്നത്. ഈ പൈപ്പിന്റെ അതേ കനം തന്നെ കനമാണ് പോകുന്നത്. ബാക്കി നമ്മൾ സിമെന്റ് തേച്ചതിന്റെ ആണ് അല്ലേ? അതെ. ഈ ഒരു കനമാണ് ഇതിന് ഫുള്ളായിട്ടുള്ളത്. ഈ പണി നടക്കുന്ന സമയത്തൊക്കെ ഇതിന്റെ ഇവിടെ വന്ന് നിൽക്കാൻ പേടിയായിരുന്നു. എന്റെ ഇതിന് വേണ്ടി കേറാനായിട്ട് നോക്കുമ്പോ എന്നെ ഇവർക്ക് ധൈര്യം തന്നെ നമ്മൾ ചവിട്ടുമ്പോ സൗണ്ട് വരുമായിരുന്നു. പക്ഷെ അന്നത്തെ ആ ഒരു ഇത് വെച്ച് നോക്കുമ്പോ ഇന്നത്തെ ഭയങ്കര ഒരു രാപ്പോൽ വ്യത്യാസം. പക്ഷെ ഇത് ഈ വീഡിയോ നമ്മൾ ചെയ്യേണ്ടത് തന്നെ ആയിരുന്നു അല്ലേ? അതെ അതെ. ഇത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇത് നഷ്ടമായി ചെയ്തില്ലായിരുന്നെങ്കിൽ അത് പലരും ധാരണ മാറത്തില്ല. അതൊരു തീരാൻ നഷ്ടമായി പോയേനായിരുന്നു. ഇത് സിമിച്ചേട്ടൻ സ്വന്തമായിട്ട് വരച്ച സാധനമാട്ടോ. ഇത് സ്വന്തമായിട്ട് വേണ്ടത് ഇവിടെ. ഇത് ഒരു എക്സിബിഷന് വേണ്ടി ചെയ്തത്. എൻ്റെ ഒരു സ്നേഹിതൻ സന്തോഷ്, വെളിയന്നൂർ സന്തോഷ് എന്ന് പറഞ്ഞൊരു ആർട്ടിസ്റ്റ് ഉണ്ട്. അദ്ദേഹം മരിച്ചുപോയി. അപ്പൊ അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ കൂട്ടുകാരെല്ലാം കൂടി ഒരു ക്യാമ്പ് നടത്തിയായിരുന്നു. അങ്ങനെ അവിടെ ആ ക്യാമ്പിൽ വെച്ച് വരച്ച. അതുപോലെ ഇതൊക്കെ സ്വന്തം
പ്രോഡക്റ്റ് അതെ. ആണ് സാബുചേട്ടന്റെ ഫുൾ ഫാമിലി. അതായത് സാബുചേട്ടൻ ഒരു ആശയം കൊണ്ടുവന്നപ്പോൾ അതിന് കട്ട സപ്പോർട്ട് ചെയ്തല്ലേ, കട്ട സപ്പോർട്ട് കൊടുത്തുകൊണ്ട്, അതായത് പുതിയൊരു ടെക്നോളജി നമ്മുടെ ഈ നാടിന് പരിചയപ്പെടുത്താൻ വേണ്ടി തയ്യാറായ ഒരു ഫാമിലിയാണ് ഇവര്. സാബുചേട്ടനെ വേറൊരു, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞായിരുന്നു, അതായത് ഇവിടെ നല്ല അദ്ദേഹത്തെ തൂലികാനാമം എന്ന് പറയുന്നത് സിമി മുഹമ്മദ് എന്നാണ്. നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്ന, അതായത് ഓരോ കുട്ടിക്കും അവരെ ഇഷ്ട കഥാപാത്രമായ സൂത്രൻ അല്ലേ, സൂത്രൻ കുറുക്കനെ കുട്ടികളുടെ മനസ്സിലേക്ക് ഇടം കൊടുത്ത, അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിനെ ജീവിപ്പിച്ച, നമ്മളിലേക്ക് എത്തിച്ച ഒരു വലിയൊരു കലാകാരനാണ് സിമി മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിന്റെ തൂലികാനാമം. മുഹമ്മക്കാർക്ക് സാബുചേട്ടൻ. അപ്പൊ സാബുചേട്ടന്റെ ആ ഒരു ഫാമിലിയാണ്. അപ്പം ഇത് അമ്മ, ഇത് മോള്, ഇത് വൈഫ്, അത് മോൻ സുമിത്ര, അമ്മയുടെ പേര് സുമിത്ര. ശ്രീലക്ഷ്മി, ബിന്ദു, ശ്രീ ശബരി. അംഗൻവാടി ടീച്ചറാണ്. ഒരു എവിടെയാണ്, എത്ര പുത്രങ്ങാടിയിലാണല്ലേ? പുത്രങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തെ അംഗൻവാടി ടീച്ചറാണ്. എങ്ങനെയുണ്ട് ഈ ഹൗസ് വാമിങ് കഴിഞ്ഞപ്പം, എന്ത് തോന്നുന്നു? കുഴപ്പമില്ല, സന്തോഷമുണ്ട്. പിന്നെ അധികം ചിലവൊന്നും ഇല്ലാതെ നമുക്ക് പിന്നെ ഇപ്പം ചെയ്യാൻ പറ്റി. അങ്ങനെ ഒത്തിരി സന്തോഷം. ചേട്ടൻ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്ന് ആദ്യം ഒരു ഐഡിയ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആശങ്ക വല്ലതും ഉണ്ടായിരുന്നു? ആദ്യം ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ചേട്ടായി പെട്ട സപ്പോർട്ടായിരുന്നു. ചേട്ടായി പറഞ്ഞു ഒന്നുകൊണ്ടും പേടിക്കണ്ട. മാത്രമല്ല ഞങ്ങൾ ഒരുമിച്ച് പോയിട്ടാണ് ഒരു വീട് കാണുന്നത്. പിന്നെ എന്നാലും ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോ നമുക്ക് ചെറിയൊരു ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ കുഴപ്പമില്ല, അതിനകത്ത് കിടന്നുറങ്ങിയപ്പം നമ്മള് ഓക്കെ ആയി. സേഫാണ്, കുഴപ്പമില്ല. മോഡൽ നമ്മളാണ്. അതെ, എന്റെ ഐഡിയ തന്നെയായിരുന്നു. ചേട്ടായിയുടെയും മോളുടെയും കൂടെ ഐഡിയ ആണ്. അപ്പോൾ ഈ വീട് വെച്ചപ്പോൾ ആദ്യം പിന്നെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റിൽ ഒത്തിരി നെഗറ്റീവ് കമൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ ആദ്യം എനിക്കും ഒത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കുഴപ്പമില്ല, കംഫർട്ടാണ്. എല്ലാവരെയും പോലെ വളരെ സമാധാനമായിട്ടൊരു വീട്ടിൽ കിടന്നുറങ്ങുക, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. ഒത്തിരിയും വലിയ ലോണില്ല, എന്നാലും ലോണുണ്ട്. അത്യാവശ്യം നമുക്ക് അടച്ച് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ലോണാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ പഴയ വീട് വാടക കൊടുക്കാൻ വീട് വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രീതിയിൽ, ചിലവ് കുറഞ്ഞ രീതിയിൽ വെക്കുവാണെങ്കിൽ ഒത്തിരി സമാധാനത്തോടെ നമുക്ക് ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റും. അതാണ് എൻ്റെ അഭിപ്രായം. എനിക്ക് പറയാനെന്ന് വെച്ചാൽ, ഈ വീട് വയ്ക്കാൻ വേണ്ടി നമ്മൾ തയ്യാറെടുക്കുമ്പോൾ ഒത്തിരി പൈസ ലോൺ എടുക്കുകയും നമ്മളുടെ കൊക്കിലൊതുങ്ങാത്ത രീതിയിൽ അതിലേക്ക് പോവുകയും ചെയ്യാതിരിക്കുക. നമ്മൾ മിക്കവരും തുടങ്ങി വയ്ക്കുന്നത് ചെറിയ തുക വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ 1 ലക്ഷം രൂപയോ 2 ലക്ഷം രൂപയോ വെച്ചിട്ടുണ്ടായിരിക്കും തുടങ്ങുന്നത്. പക്ഷേ കുറച്ച് പണിയായി കഴിയുമ്പോഴേക്കും നമ്മുടെ പിടിവിട്ട് പോകും. നമ്മുടെ പിടിയിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ പിന്നെ കടം മേടിക്കാനുള്ള ഓട്ടമായിരിക്കും. ആ വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത, ആ വീട്ടിൽ കിടന്ന് പണി തീർന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ കിടന്ന് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. നമ്മൾ എൻ്റെ ഒരു സ്നേഹിതന് ഇതുപോലെ വീട് വെച്ചിട്ട് അവസാനം ആ വീട് വിൽക്കേണ്ടി വന്നു. ഒത്തിരി ഉണ്ട് അങ്ങനെ പല അനുഭവങ്ങൾ, പലരുടെയും അനുഭവങ്ങൾ കണ്ടിട്ടാണ് നമ്മൾ ഇതിനെ ഇറങ്ങി തിരിച്ചത്. അപ്പം ഞാൻ ആദ്യം തന്നെ തീരുമാനിച്ച് ഏറ്റവും ചിലവ് കുറഞ്ഞതും, അത് മാത്രമല്ല അനാവശ്യ ചിലവുകൾ ഒഴിവാക്കുകയും ചെയ്യുക, ആ രീതിയിലാണ് പോയത്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കൊക്കിലൊതുങ്ങുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. ഓരോന്നും കാൽക്കുലേറ്റ് ചെയ്ത് തന്നെ പോയത്. അതെ, അത് നമ്മൾ പല ടീമിനോടും അന്വേഷിച്ചിട്ട് ഏറ്റവും റേറ്റ് കുറച്ച് ചെയ്ത് തരുന്നവരെ കണ്ടെത്തി അങ്ങനെ ചെയ്യിക്കുമായിരുന്നു. അങ്ങനെയല്ല. ഓക്കെ, അപ്പൊ ഇതൊരു പാഠമായിരിക്കട്ടെ എനിക്കും നിങ്ങൾക്കും. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണുന്നവരും സൈനിങ് ഔട്ട്, മൻസൂർ മുഹമ്മദ്.